നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും കോസ്മിക് വോയിസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ രഹസ്യവും കൗതുകകരവുമായ ഒരു വിഷയത്തെ കുറിച്ചാണ്. അതായത് സ്വപ്നങ്ങളെ കുറിച്ചാണ്. സ്വപ്നങ്ങൾ എല്ലാവരുടെയും സംശയം, സ്വപ്നങ്ങൾ ഭാവിയെ സൂചിപ്പിക്കുമോ എന്ന് പലരും സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട്. നമ്മളൊക്കെ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ചില സ്വപ്നങ്ങൾ സന്തോഷം നൽകും, ചിലത് നമ്മളെ ഭയപ്പെടുത്താറുണ്ട്, ചിലപ്പോൾ ഒരുപാട് വിചിത്രമായ സ്വപ്നങ്ങൾ പോലും നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സ്വപ്നങ്ങൾ പിന്നീട് യാഥാർത്ഥ്യമായി സംഭവിക്കുന്നത് പോലെ തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഇത് ഞാൻ മുമ്പ് സ്വപ്നത്തിൽ കണ്ടതല്ലേ? അപ്പോൾ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്: സ്വപ്നം ശരിക്കും ഭാവിയെ സൂചിപ്പിക്കും? ആദ്യം സ്വപ്നം എന്താണെന്ന് നോക്കാം. ശാസ്ത്രത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ ഉറങ്ങുമ്പോൾ മനസ്സ് പൂർണ്ണമായി നിശബ്ദമാകുന്നില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അഥവാ ഉപബോധ മനസ്സ് സജീവമായിട്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ദിവസവും കാണുന്ന കാര്യങ്ങൾ, ചിന്തകൾ, ഭയങ്ങൾ, ആഗ്രഹങ്ങൾ ഇവയൊക്കെയാണ് പലപ്പോഴും സ്വപ്നങ്ങളായി മാറുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അധികം ചിന്തിക്കുന്ന കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത്. പക്ഷെ എല്ലാം അത്ര ലളിതമല്ല. ലോകമെമ്പാടുമുള്ള പല ആളുകളും ഒരേ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഒരു അപകടം സ്വപ്നത്തിൽ കണ്ടു, പിന്നീട് അത് സംഭവിച്ചു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരു വ്യക്തിയെ സ്വപ്നത്തിൽ കണ്ടു, അടുത്ത ദിവസം ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ കണ്ടു. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ പലരെയും ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പുരാതന കാലം മുതൽ സ്വപ്നങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിലും ഈജിപ്തിലും ഗ്രീക്ക് സംസ്കാരത്തിലും സ്വപ്നങ്ങളെ ദൈവത്തിന്റെ സന്ദേശമായി പോലും അന്നത്തെ ആളുകൾ കണക്കാക്കിയിട്ടുണ്ട്. ചില രാജാക്കന്മാര് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് സ്വപ്നങ്ങളുടെ അർത്ഥം അന്വേഷിച്ചിരുന്നതായും ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്: എന്തുകൊണ്ടാണ് ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തോന്നുന്നത്? അതിന്റെ ഒരു വിശദീകരണം ഇങ്ങനെയാണ്: നമ്മുടെ മനസ്സ് ചില കാര്യങ്ങൾ മുമ്പേ ശ്രദ്ധിക്കുന്നുണ്ടാകാം, പക്ഷെ അത് നമ്മൾ ബോധപൂർവം മനസ്സിലാക്കുന്നില്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. സബ് കോൺഷ്യസ് മൈൻഡ് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കും, അതായത് സംഭരിച്ചു വയ്ക്കും. പിന്നീട് അത് സ്വപ്നമായിട്ട് വരാം. അതിനുശേഷം യാഥാർത്ഥ്യത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ അത് ഭാവി കണ്ട സ്വപ്നം എന്ന് കരുതും. മറ്റു ചിലർ വിശ്വസിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അവരുടെ അഭിപ്രായത്തിൽ മനുഷ്യ മനസ്സിന് ഇപ്പോഴും ശാസ്ത്രം പൂർണ്ണമായി മനസ്സിലാക്കാത്ത ചില ശക്തികൾ ഉണ്ടാകാം. യൂണിവേഴ്സിന്റെ എനർജി, അതായത് ഇൻറ്റ്യൂഷൻ, സ്പിരിച്വൽ കണക്ഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി സ്വപ്നങ്ങൾക്ക് ബന്ധമുണ്ടാകാമെന്ന് ചിലർ കരുതുന്നു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സ്വപ്നങ്ങൾക്കും അർത്ഥമുണ്ടെന്ന് കരുതേണ്ടതില്ല. ചില സ്വപ്നങ്ങൾ വെറും ഇമാജിനേഷൻ, നമ്മുടെ മനസ്സിന്റെ ഒരു ഇമാജിനേഷൻ മാത്രമായിരിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന സിനിമകൾ, കേൾക്കുന്ന കഥകൾ, സ്ട്രെസ്, അതിന്റെ കൂട്ടത്തിൽ ആൻസൈറ്റി, ഇവയും സ്വപ്നങ്ങളെ ഒക്കെ സ്വാധീനിക്കും. അതുകൊണ്ട് ഓരോ സ്വപ്നത്തെയും ഭയത്തോടെ കാണേണ്ട ആവശ്യം തന്നെ വരുന്നില്ല ശരിക്കും. പക്ഷെ ചില സ്വപ്നങ്ങൾ നമ്മളെ ആഴത്തിൽ സ്പർശിക്കും. അവ നമ്മെ ചിന്തിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു മുന്നറിയിപ്പ് പോലെ നമുക്ക് തോന്നിപ്പിച്ചു തരാറുണ്ട്. ചിലപ്പോൾ ജീവിതത്തെ കുറിച്ചുള്ള ഒരു സന്ദേശം പോലെയും തോന്നാം. അതുകൊണ്ടാണ് മനുഷ്യർ ഇന്നും സ്വപ്നങ്ങളുടെ രഹസ്യം അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഒരു രസകരമായ കാര്യം പറയാം. പല വലിയ കണ്ടുപിടുത്തങ്ങൾക്കും സ്വപ്നങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ചില സംഗീതജ്ഞർക്കും എഴുത്തുകാർക്കും ശാസ്ത്രജ്ഞർക്കും അവരുടെ ഐഡിയാസ് സ്വപ്നത്തിലൂടെ ലഭിച്ചു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് സ്വപ്നങ്ങൾ വെറും ചിത്രങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ അത് സൃഷ്ടിപരമായ ചിന്തകളുടെ വാതിൽ കൂടിയാകാം. എന്റെ അഭിപ്രായത്തിൽ സ്വപ്നങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കാനും പൂർണ്ണമായി തള്ളിക്കളയാനും കഴിയില്ല. കാരണം മനുഷ്യ മനസ്സ് ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാത്ത ഒരു ലോകമാണ്. സ്വപ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഭയങ്ങളായിരിക്കാം, ചിലപ്പോൾ ആഗ്രഹങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു ഇൻറ്റ്യൂഷനും ആയിരിക്കാം. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്: സ്വപ്നങ്ങൾ ഭാവിയെ സൂചിപ്പിക്കുന്നുണ്ടോ എന്നതിന് വ്യക്തമായ തെളിവുകൾ ഒന്നുമില്ല. പക്ഷെ സ്വപ്നങ്ങൾ മനുഷ്യ മനസ്സിന്റെ ഏറ്റവും രഹസ്യമായ ഭാഗങ്ങളിൽ ഒന്നാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു വിചിത്ര സ്വപ്നം കാണുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കൂ: ഇത് വെറും സ്വപ്നമാണോ, അല്ലെങ്കിൽ ജീവിതം എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണോ? ഇന്നത്തെ ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കണം. ഇത്തരത്തിലുള്ള കൂടുതൽ കോസ്മിക് വോയിസ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.